നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പിന്റെ ഭാഗമായി തൊടുപുഴ നഗരസഭയിൽ വിവിധ ശുചീകരണ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിന് നഗരസഭാ ചെയർമാൻ കെ ദീപകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. വോട്ട് ചോർച്ചയ്ക്കെതിരെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ ആരംഭിച്ചു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ നിർവഹിച്ചു. നെടുങ്കണ്ടം പഞ്ചായത്തിലെ സഹ്യദർശൻ പാർക്കിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ശതാബ്ദി ആഘോഷ ലോഗോ പ്രകാശനം ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ ഇറണാകുന്നേൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു. മീനച്ചിൽ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തതിനെ തുടർന്ന് മുട്ടം ചെള്ളാവേലിൽ ഗതാഗത കുരുക്ക്. വാർത്തകൾ വിശദമായി. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ സ്വച്ഛോത്സവ് എന്ന പേരിൽ തൊടുപുഴ നഗരസഭയിൽ വിവിധ ശുചീകരണ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിന് നഗരസഭാ ചെയർമാൻ കെ ദീപകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ ബോധവൽക്കരണ പരിപാടികളും പ്രവർത്തനങ്ങളും നടത്തും. കൂടാതെ ശുചീകരണ ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരെ ആദരിക്കുകയും ചെയ്യും. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി 2025 സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ സ്വച്ഛോത്സവ് എന്ന പേരിൽ തൊടുപുഴ നഗരസഭയിൽ വിവിധ ശുചീകരണ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിന് നഗരസഭാ ചെയർമാൻ കെ ദീപകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു പത്മകുമാർ, MA കരീം, PG രാജശേഖരൻ, നഗരസഭാ സെക്രട്ടറി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ഹെൽത്ത് വിഭാഗം ജീവനക്കാർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ബോധവൽക്കരണ റാലി, ശുചിത്വ പ്രതിജ്ഞ, ഫ്ലാഷ് മോബ് എന്നിവ നടത്തുന്നതിനും വ്യാപാരികളുടെ നേതൃത്വത്തിൽ 24-ന് പ്രൈവറ്റ് സ്റ്റാൻഡ് വൃത്തിയാക്കുന്നതിനും ഏക് ദിൻ ഏക് കണ്ട ഏക് സാത്തിന്റെ ഭാഗമായി റെസിഡൻസ് കോളനികളിൽ 25-ന് ട്രാക്കിന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തുന്നതിനും തീരുമാനിച്ചു. നഗരസഭയിൽ ബന്ധപ്പെട്ട മർച്ചൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, തൊടുപുഴയിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അടക്കമുള്ളവരെ വിളിച്ച് സംയുക്തമായി ഒരു യോഗം നടത്തുകയും ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രകാരം നഗരസഭയിലെ 35 വാർഡുകളിലും അസോസിയേഷനുകളെയും മറ്റ് സന്നദ്ധ സംഘടനകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ ഒരു സഹകരണത്തോടു കൂടി നമ്മളൊരു ശുചീകരണ പദ്ധതി നടപ്പിലാക്കുകയാണ്. ഓരോ വീടിൻ്റെയും മുൻവശം, ഓരോ വ്യക്തിയുടെയും വീടിൻ്റെ മുൻവശം, അത് റോഡായാലും പൊതുസ്ഥലമായാലും അവിടെയുള്ള കാടുകളൊക്കെ വെട്ടി നമ്മൾ വൃത്തിയാക്കി ഏറ്റവും മനോഹരമാക്കി മാറ്റുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സമയബന്ധിതമായി ഈ പരിപാടി അത് നടപ്പിലാക്കുന്നതിനും മാത്രമല്ല, ഇതൊരു താൽക്കാലിക പരിപാടിയായിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് തുടർന്ന് അങ്ങോട്ട് ഈ രീതിയിൽ ഓരോ സ്ഥലങ്ങളിൽ നമ്മളിത് തുടക്കം കുറിച്ച് അത് 35 വാർഡിലെയും എല്ലാ പ്രദേശങ്ങളിലും ഇത് എല്ലാ സമയങ്ങളിലും കൃത്യമായി ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ആലോചിക്കുന്നത്. ഇതിനുവേണ്ടി നഗരസഭയിലെ ജീവനക്കാരുടെയും കൗൺസിലർമാരുടെയും അടക്കമുള്ളവരുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാവുന്നതാണ്. നമ്മൾ ഏറെ മുമ്പിലാണ് മറ്റ് പല നഗരസഭകളെ അപേക്ഷിച്ച്. അത് കൂടുതൽ നല്ല രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് നിക്ഷേപിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യുന്നവരെ അവർക്കെതിരെയുള്ള കർശനമായ നടപടികളും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി പല ദിവസങ്ങളിലും നമ്മുടെ സ്ക്വാഡ് തന്നെയുണ്ട്, സ്ക്വാഡ് രംഗത്തുണ്ട്, സ്ക്വാഡ് പോകുന്നു. പല ആളുകളെയും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നവരെ കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. അവർക്ക് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലുള്ള ഫൈനും ചുമത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പദ്ധതി നടപ്പിലാക്കുക, ശുചിത്വം സുന്ദരം എൻ്റെ തൊടുപുഴ എന്ന ആ ഒരു ഈ പദ്ധതി
അത് ഏറ്റവും മനോഹരമാക്കി ഏറ്റവും ഭംഗിയാക്കി ഈ നഗരസഭയിൽ നടപ്പിലാക്കാൻ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം പിന്തുണ ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശുചീകരണ ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരെ ആദരിക്കുന്നതിനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിൽ ഒരു സങ്കട കവലയുണ്ട്. ഇവിടെ ആർക്കും എന്തുമാകാം. ഗതാഗതം നിയന്ത്രിക്കുന്നതിൽ ആരും ശ്രദ്ധിക്കാത്തതിനാൽ ഈ നാൽക്കവലയിൽ വാഹന ഡ്രൈവർമാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവാണ്. തിരക്കേറിയ ഇവിടെ ചില സമയങ്ങളിൽ പെട്ടി ഓട്ടോറിക്ഷകളിൽ പച്ചക്കറികളുടെ വിൽപ്പനയും നടക്കുന്നുണ്ട്. 8 വർഷത്തിലേറെയായി ഈ ഭാഗത്തെ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ബ്യൂട്ടിഫിക്കേഷൻ നടത്തി വരികയാണെന്നാണ് പറയുന്നത്. നാൽക്കവലയാണെന്നതിന്റെ സിഗ്നൽ ലൈറ്റുകൾ പോലും സ്ഥാപിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. തൊടുപുഴയിൽ ഒരു സങ്കട കവലയുണ്ട്. ഇവിടെ ആർക്കും എന്തുമാകാം. ഗതാഗതം നിയന്ത്രിക്കുന്നതിൽ ആരും ശ്രദ്ധിക്കാത്തതിനാൽ ഈ നാൽക്കവലയിൽ വാഹന ഡ്രൈവർമാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവാണ്. ന്യൂമാൻ കോളേജിന് സമീപം കാരിക്കോടേക്ക് തിരിയുന്ന നാൽക്കവലയിലാണ് ഗതാഗത കുരുക്ക് പതിവാകുന്നത്. തിരക്കേറിയ ഇവിടെ ചില സമയങ്ങളിൽ പെട്ടി ഓട്ടോറിക്ഷകളിൽ പച്ചക്കറികളുടെ വിൽപ്പനയും നടക്കുന്നു. 8 വർഷത്തിലേറെയായി ഈ ഭാഗത്തെ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ബ്യൂട്ടിഫിക്കേഷൻ നടത്തി വരികയാണെന്നാണ് പറയുന്നത്. നാൽക്കവലയാണെന്നതിന്റെ സിഗ്നൽ ലൈറ്റുകൾ പോലും സ്ഥാപിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ആകെയുള്ളത് പൊതുമരാമത്ത് വകുപ്പ് 2 ഡിവൈഡറുകൾ സ്ഥാപിച്ചതാണ്. അതിൽ ഒരെണ്ണം എടുത്തുമാറ്റുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇവിടെ അപകടങ്ങളും ഏറ്റുമുട്ടലുകളും പതിവായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിരതെറ്റി കയറി വന്ന കാർ യാത്രക്കാർ ലോറി ഡ്രൈവറുമായി ഏറ്റുമുട്ടി. മുതലക്കോടം സ്വദേശി വിഷ്ണുവിനെയാണ് 4 അംഗ സംഘം മർദ്ദിച്ചത്. തെറ്റായ ദിശയിൽ കാർ ഓടിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇരുമ്പ് കമ്പി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ലോറി ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ഇതിനെ ചോദ്യം ചെയ്ത ഇതര വാഹന ഡ്രൈവർമാർക്കും കാർ യാത്രികരുടെ ഭീഷണിയുണ്ടായി. ഇതേ തുടർന്ന് തൊടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നീ റോങ് സൈഡ് കയറുകൊണ്ട് നീ നീ റോങ് സൈഡ് എന്തോ എടാ കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. ഈ മേഖലയിൽ പോലീസ് സാന്നിധ്യം ഉണ്ടാകാറില്ല. ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ വിവരം അറിയിച്ചാലും ഇരു കൂട്ടരും അടിച്ചു പിരിഞ്ഞ ശേഷമാണ് പോലീസ് എത്തുന്നതെന്നും പറയപ്പെടുന്നു. പൊതുമരാമത്ത് വകുപ്പിന് ഇവിടെ ചില കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ പ്രശ്നം പരിഹരിക്കാവുന്നതേയുള്ളൂ. വാഹനങ്ങൾ വേഗത കുറിച്ച് ശ്രദ്ധിച്ചു പോകണമെന്ന സന്ദേശം നൽകുന്ന ലൈറ്റുകൾ സ്ഥാപിക്കണം. അതുപോലെ ചില വ്യാപാരികൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഗതാഗത നിയമങ്ങൾ പാലിച്ച് നിയമാനുസരണം മാറ്റി സ്ഥാപിക്കണം. കൂടാതെ കാരിക്കോടേക്ക് തിരിയുന്ന റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണം. ഇവിടെ നിന്നും കാരിക്കോട് ഭാഗത്തേക്ക് വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. ഇതുവഴി വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് തടയുവാനും പോലീസ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തയ്യാറാകണമെന്ന് വാഹന ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വോട്ട് ചോർച്ചയ്ക്കെതിരെ നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ ആരംഭിച്ചു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്ക് നിർവഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി മുഖ്യ സന്ദേശം നൽകി. രാജ്യവ്യാപകമായി BJP നടത്തിയ വോട്ട് കൊള്ളയ്ക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ചേരി പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ ഇടുക്കിയിലും ആരംഭിച്ചു. ഇടുക്കി DCC ഓഫീസിൽ ആരംഭിച്ച സിഗ്നേച്ചർ ക്യാമ്പയിൻ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. ഇത്ര സ്ക്വയർ ഫീറ്റ് വരെ ഇത്ര രൂപ എന്നുള്ള നല്ലൊരു വരുമാനം കിട്ടും. ആ കൂട്ടത്തിൽ അതിനുശേഷം റെഗുലേഷൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഇവരുടെ ഈ നിയമം മൗനം പാലിക്കുന്നു. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇനി എന്ത് ചെയ്യും, ഇതുവരെ ചെയ്യുന്നത് സംബന്ധിച്ചു, ഇനി എന്ത് ചെയ്യാൻ, ഇനി നാളെ ഇത് ചെയ്യാൻ പറ്റുമോ, അതിനെ സംബന്ധിച്ച് നിയമത്തിൽ കൃത്യത പറയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അതിനെ സംബന്ധിച്ച് വേറെ പല തരത്തിലുള്ള ന്യൂനതകളുണ്ട് നിയമത്തിൽ. ഈ നാടിനെ സംബന്ധിക്കുന്ന ദൂരവ്യാപകമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ വളരെ നന്നായിട്ട് വിശദീകരിക്കാൻ അറിയാവുന്ന പിന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ വന്ന് അത് എല്ലാവരെയും ഇടുക്കി ജില്ലയിലെ ക്രോസ് സെക്ഷനിലുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൂടുന്ന ഈ കോൺക്ലേവിൽ വിശദീകരിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും അതിന് വലിയ മാധ്യമ പ്രചരണം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീടുകൾ തോറും പ്രചരണം നടത്തി ഒപ്പുകൾ ശേഖരിച്ച് 5 കോടി കത്തുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രപതിക്കും സമർപ്പിക്കുമ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്നും വൻ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി മുഖ്യ സന്ദേശം നൽകി. മുൻ DCC പ്രസിഡന്റുമാരായ റോയി കെ പൗലോസ്, അഡ്വക്കേറ്റ് ജോയി തോമസ്, അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, നേതാക്കളായ അഡ്വക്കേറ്റ് MN ഗോപി, തോമസ് രാജൻ,
AK മണി, AP ഉസ്മാൻ, MD അർജുനൻ, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ജെയ്സൺ K ആന്റണി, ഇന്ദു സുധാകരൻ, മറ്റ് DCC അംഗങ്ങൾ, ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ഡോക്ടർ PP ബാലൻ സെമിനാർ നയിച്ചു. നെടുങ്കണ്ടം പഞ്ചായത്തിലെ സഹ്യദർശൻ പാർക്കിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. ജില്ലയിൽ 1ാം സ്ഥാനമാണ് ലഭിച്ചത്. വെട്ടിത്തെളിച്ച മൊട്ടക്കുന്നിന്റെ മുകളിൽ മുൾപടർപ്പുകളും കമ്മ്യൂണിസ്റ്റ് പച്ചയും ഫലവൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും തണൽ വൃക്ഷത്തൈകളും പൂന്തോട്ടവും നെല്ലി, പേര, ചെമ്പരത്തി തുടങ്ങിയ ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ച് പച്ചത്തുരുത്താക്കി പരിപാലിക്കുന്നതിനാണ് നെടുങ്കണ്ടം പഞ്ചായത്തിന് അംഗീകാരം ലഭിച്ചത്. നെടുങ്കണ്ടം ടൗണിനോട് ചേർന്ന് പഞ്ചായത്ത് UP സ്കൂളിനും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനും നടുവിലുള്ള സഹ്യദർശൻ പാർക്കിന് സംസ്ഥാന അംഗീകാരം ലഭിച്ചു. അതും ജില്ലയിൽ 1ാം സ്ഥാനം. 2010 മെയ് 22-ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നാടിന് സമർപ്പിച്ച പപ്പിനിമേട്ടിനെ 2012-ൽ സഹ്യദർശൻ പാർക്കാക്കുകയായിരുന്നു. മുൾപടർപ്പുകളും കമ്മ്യൂണിസ്റ്റ് പച്ചയും വെട്ടിത്തെളിച്ച മൊട്ടക്കുന്നിന്റെ മുകളിൽ ഫലവൃക്ഷ തൈകൾ, ഔഷധ സസ്യങ്ങൾ, തണൽവൃക്ഷ തൈകളും പൂന്തോട്ടങ്ങളും നെല്ലിയും പേരയും ചെമ്പരത്തിയും മുളവേലിയും മറ്റും വെച്ചുപിടിപ്പിച്ച് പച്ചത്തുരുത്താക്കി പരിപാലിക്കുന്നതിനാണ് നെടുങ്കണ്ടം പഞ്ചായത്തിന് അംഗീകാരം തേടിയെത്തിയത്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പറിച്ചെടുക്കാൻ പേരകളിൽ നിറയെ കായ്കളുണ്ട്. തേക്കടി, മൂന്നാർ, രാമക്കൽമേട് എന്നിവിടങ്ങളിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇടത്താവളമായ നെടുങ്കണ്ടത്തെത്തുമ്പോൾ ഈ മലമുകളിലെത്തി വിശ്രമിക്കാനും കുളിർക്കാറ്റിനെ പുൽകാനും പ്രകൃതി സൗന്ദര്യം നുകരാനും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആകാശ കാഴ്ചകൾ കാണാനും അവസരമൊരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാൻ ചാരുബെഞ്ചുകളും കുട്ടികൾക്കായി വിവിധ വിനോദ ഉപാധികളും സജ്ജമാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി ഈ കുന്നിൻ മുകളിൽ നിരവധി പേർ എത്താറുണ്ട്. രാമക്കൽമേട് മലനിരകളും നെടുങ്കണ്ടം പട്ടണത്തെ വലയം ചെയ്തിരിക്കുന്ന മലനിരകളും കുരുവിക്കാനം, പുഷ്പകണ്ഠം, അണക്കരമെട്ട് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കാറ്റാടികളും ഈ മലമുകളിൽ നിന്നാൽ കാണാം. മൊട്ടക്കുന്നിന് മുകളിലേക്കുള്ള നടപ്പുവഴിയുടെ ഇരുവശങ്ങളിലും ഫലവൃക്ഷ തൈകൾ നട്ട് പരിപാലിക്കുന്നുണ്ട്. വനവൽക്കരണവും പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും നട്ടുവളർത്തി പൂമ്പാറ്റകൾക്കും പക്ഷികൾക്കും പറന്നു നടക്കാൻ അവസരമൊരുക്കുവാനും പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പീരുമേട് നിയോജക മണ്ഡലം നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ANDR കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പീരുമേട് നിയോജക മണ്ഡലം നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ANDR കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ച നേതൃത്വ സംഗമം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം ഉദ്ഘാടനം ചെയ്തു. ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ നിസ്സംഗതയോടെ നോക്കി നിന്ന ഒരു മതേതര ഭരണകൂടത്തിന്റെ കാവൽക്കാരായി നിന്ന് കുറെ ആളുകൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയാണോ ഇത് പോരെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, 10 കൊല്ലമായി നമ്മുടെ പള്ളി മെമ്പറിൽ നിന്നും പ്രധാനമന്ത്രിയുടെ പേര് കേൾക്കുന്നില്ല, പ്രധാനമന്ത്രിയുടെ പേര് പറയുന്നില്ല. ഈ ആവേശത്തോടെ പ്രസംഗിച്ചവർക്ക് ഭയപ്പാടായി. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിയമത്തിന്റെ കുരുക്കിൽ പിടിച്ചുകൊണ്ടുപോകുമോ എന്ന ഭയപ്പാടായി. ആരും പ്രതികരിക്കുന്നില്ല, ആരും പ്രതിഷേധിക്കുന്നില്ല. ബാബരി മസ്ജിദിന്റെ തകർച്ച വേദനാജനകമാണെങ്കിൽ പോലും 1947 ഓഗസ്റ്റ് 15 അടിസ്ഥാന വർഷമാക്കി ആരാധനയ സംരക്ഷണ നിയമം കൊണ്ടുവരാൻ വേണ്ടി GM ബനാത്തുവാലയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ പടപൊരുതുകയും നിയമനിർമ്മാണം ഉണ്ടാക്കി ഭരണകൂടത്തെ കൊണ്ട് സ്വീകരിക്കുകയും പാർലമെന്റ് നിയമം പാസാക്കുകയും ചെയ്തപ്പോ ഒരു പള്ളി പൊളിച്ചവൻ ഇനി 47-ലെ കണക്ക് പറഞ്ഞ് പള്ളി സംരക്ഷിക്കാൻ ഇറങ്ങിയ നിയമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഒരു ജനതയെ വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മൾക്കെതിരെ പ്രസംഗിച്ച് നടന്നവർ ഇന്ന് പള്ളി മെമ്പറിൽ പോലും പറയുന്നു, മുൻകഴിഞ്ഞു പോയ മുൻഗാമികൾ അവരുണ്ടാക്കി വച്ച നിയമത്തെ പരിഹരിച്ച് സുപ്രീം കോടതിയിൽ പോയി 47 അടിസ്ഥാന വർഷമാക്കി ഉണ്ടാക്കിയ നിയമനിർമ്മാണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പള്ളികൾ അതിക്രമിച്ച് കടന്നുകൂടാനും പിടിച്ചെടുക്കാനും ഉത്തരേന്ത്യയിലെ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നു. ആ ഭരണകൂടങ്ങൾക്കെതിരെ പ്രതികരിക്കണം, തെരുവിലിറങ്ങണം, സന്ദേശം മുഴക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാക്കി. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, മുസ്ലിം യൂത്ത് ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി ജലാൽ പോതക്കുഴി എന്നിവർ 2 പഠന സെക്ഷനുകൾക്ക് നേതൃത്വം നടത്തി. KS സിയാദ്, PM അബ്ബാസ്, TK നവാസ്, KS മുഹമ്മദ് കുട്ടി, PN അബ്ദുൽ അസീസ്, മുഹമ്മദ് മൗലവി, PS യൂനുസ്, TH അബ്ദുൽ സമദ്, KPK ഫൈസൽ, A മുഹമ്മദ് ഷാജി, ഷംസുദ്ദീൻ സഖാഫി, CGK ഹനീഫ, J ഖാദർ, MB നൂർ, KA ഷാനവാസ്, മെയ്തീൻ കുട്ടി ഹാജി, മുഹ്സിൻ, KC അൻസാരി, KB നസീബ്, ഷെഫീഖ് OP, KB നസീബ്, അബ്ദുൽ ഹക്കീം, ഫസൽ, അഷ്റഫ്, MS അബു താഹിർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ശതാബ്ദി ആഘോഷ ലോഗോ പ്രകാശനം ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിറണാംകുന്നിൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ അഡ്വക്കേറ്റ് M ഭവ്യ അധ്യക്ഷത വഹിച്ചു.
മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ചൻ നീർണാംകുന്നിൽ പ്രകാശനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ അഡ്വക്കേറ്റ് എം ഭവ്യ അധ്യക്ഷത വഹിച്ചു. മൂന്നാറിന്റെ കുടിയേറ്റ കാലഘട്ടം മുതൽ അവിടെ ഉള്ള ആളുകളുടെ അവിടെയുള്ള ജനങ്ങളുടെ വിദ്യാഭ്യാസം അവിടെ തുടക്കം കുറിക്കുവാൻ, അക്ഷരദീപം കൊടുക്കുവാൻ കഴിഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മൂന്നാർ സ്കൂള്. ഒത്തിരിയേറെ മഹനീയ വ്യക്തിത്വങ്ങളെ ഈ നാടിന് സമർപ്പിച്ച ഈ സ്കൂള് 100ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ആ നല്ല മുഹൂർത്തത്തിന് ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഡോക്ടർ എസ് ജയലക്ഷ്മി, സംഘാടക സമിതി ഭാരവാഹികളായ സുമേഷ് കമ്പലൂർ, എം രാജൻ, പി തങ്കപ്പാണ്ടി എന്നിവർ സംസാരിച്ചു. ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഈ മാസം 25-ന് കൊടിയേറും. അന്ന് ഉച്ചയ്ക്ക് 2-ന് മോസ്ക് ജംഗ്ഷനിൽ നിന്നുള്ള റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മണിമൊഴി ഫ്ളാഗ് ഓഫ് ചെയ്യും. വിദ്യാർത്ഥി സ്മാരകത്തിൽ നിന്നും ദീപശിഖ കൊണ്ടുവരും. തുടർന്ന് അഡ്വക്കേറ്റ് എ രാജ MLA ശതാബ്ദി ആഘോഷ പതാക ഉയർത്തും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയും പൊതുപ്രവർത്തകനുമായ ലത്തീഫ് ഇല്ലിക്കൽ നിര്യാതനായി. 61 വയസ്സായിരുന്നു. ചീങ്കൽ സിറ്റിയിലെ ഭവനത്തിലൊരുക്കിയ പൊതുദർശനത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പാർട്ടി ചെയർമാൻ പി ജോസഫ് MLA പാർട്ടി പതാക പുതപ്പിച്ചു. വണ്ണപ്പുറം ടൗൺ ജമാഅത്ത് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയും പൊതുപ്രവർത്തകനുമായ ലത്തീഫ് ഇല്ലിക്കൽ നിര്യാതനായി. 61 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുതലക്കോടത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ പരേതയായ റംല നെയ്യശ്ശേരി മാഞ്ഞുമറ്റത്തിൽ കുടുംബാംഗം. മക്കൾ തസ്നി തൻസി, മരുമക്കൾ സലീം പുത്തൻപുരയിൽ കുമ്മങ്കല്ല്, ഷാനവാസ് മാടപ്പള്ളിൽ മൂവാറ്റുപുഴ. ചീങ്കൽ സിറ്റിയിലെ ഭവനത്തിൽ ഒരുക്കിയ പൊതു ദർശനത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് MLA പതാക പുതപ്പിച്ചു. ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് MP, സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, M മോനിച്ചൻ, പ്രൊഫസർ MJ ജേക്കബ് തുടങ്ങി ജില്ലാ, സംസ്ഥാന നേതാക്കൾ ഭവനത്തിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജീവിക്കുന്ന കാലമത്രയും പൊതുജനങ്ങൾക്കും കൂടെയുള്ളവർക്കും സഹചാരികൾക്കും സഹപാഠികൾക്കും കുടുംബാദികൾക്കും അയൽക്കാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ അവരോടെങ്ങനെ പെരുമാറുന്നത് എന്ന അടിസ്ഥാനത്തിലായിരിക്കും അവർ അന്ത്യസമയം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടേതായ കണ്ണടയുമ്പോൾ, ഭൗതിക ശരീരം നിലച്ചു പോകുമ്പോൾ, അതിൻ്റെ ചലനം നിലച്ചു പോകുമ്പോൾ ആ കൂട്ടം എന്ന് പറയുന്നത്. ശരിക്കും അബ്ദുൽ ലത്തീഫ് സാഹിബിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ മരണം അറിഞ്ഞത് മുതൽ വ്യത്യസ്ത ജാതി മതവിഭാഗത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആ മുഖമൊന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നു പോകുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. തുടർന്ന് വണ്ണപ്പുറം ടൗൺ ജമാഅത്ത് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തപ്പെട്ടു. വെൺമണിയിൽ സ്ത്രീയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച് കടന്നുകളഞ്ഞ പ്രതികളെ പിടികൂടി. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെൺമണി ഭാഗത്ത് വെച്ച് കഴിഞ്ഞ ദിവസമാണ് വ്യാജ നമ്പർ പതിച്ച സ്കൂട്ടറിലെത്തിയ പ്രതികൾ കവർച്ച നടത്തിയത്. കമ്പമെട്ട് സ്വദേശി വീരാളശ്ശേരിയിൽ അമൽ സജി, ചേർത്തല അന്തകാരനഴി സ്വദേശി കാട്ടുങ്കത്തയിൽ ലിഖിൻ ഇഗ്നേഷ്യസ് എന്നിവരാണ് പ്രതികൾ. ഇടുക്കി DYSP രാജൻ K അരമനയുടെ നിർദ്ദേശാനുസരണം കഞ്ഞിക്കുഴി SI താജുദ്ദീൻ അഹമ്മദ്, സജീവ് മാത്യു, സീനിയർ CPO ഷെരീഫ് PA, അനീഷ് KR, സുമേഷ്, CPOമാരായ മനു ബേബി, ജയൻ, മനോജ് KB എന്നിവർ ചേർന്ന് കമ്പമെട്ടിൽ നിന്നും ചേർത്തലയിൽ നിന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കരിമണ്ണൂർ ഹോളി ഫാമിലി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ആൻസി സിറേഖ് ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോർജ് മാതേക്കൽ വിൽപ്പനയുടെ ഉദ്ഘാടനം നടത്തി.
സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ദയ ജോൺ SH ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. കരിമണ്ണൂർ ഹോളി ഫാമിലി സ്കൂളിൽ രുചിമേളം എന്ന പേരിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. 100-ൽ പരം വ്യത്യസ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിനായി ഒരുക്കി. ഉല്ലാസത്തിന്റെയും രുചിയുടെയും സമ്മിശ്ര രൂപം ഭക്ഷ്യമേളകളിൽ കാണാൻ സാധിച്ചു. വാർഡ് മെമ്പർ ആൻസി സിറിയക് രുചിമേളം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ജോർജ് മാതേക്കൽ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. പിള്ളേരുടെ കട എന്ന പേരിൽ ഒരു തട്ടുകടയും രുചിമേളം എന്ന പരിപാടിയെ വർണ്ണാഭമാക്കി. 10-ൽ പരം പായസങ്ങൾ ഒരുക്കിയത് മേളയ്ക്ക് ഒരു ആകർഷണം തന്നെയായിരുന്നു. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ദയ ജോൺ SH, PTA പ്രസിഡന്റ് CB ജോസഫ്, MPTA പ്രസിഡന്റ് ആരിക ബിജു എന്നിവർ രുചിമേളത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. വേട്ടാമ്പാറ പൗരസമിതിയുടെ നേതൃത്വത്തിൽ കോടനാട് DFO ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. പൗരസമിതി പ്രസിഡന്റ് സോവി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 100 കണക്കിന് ആളുകൾ ധർണാ സമരത്തിൽ പങ്കെടുത്തു. തുടർന്ന് പൗരസമിതിയുടെ നേതൃത്വത്തിൽ DFOയ്ക്ക് നിവേദനം നൽകി. വേട്ടാമ്പാറ പൗരസമിതിയുടെ നേതൃത്വത്തിൽ കോടനാട് DFO ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ഫാദർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു. അതിരൂക്ഷമായ വന്യമൃഗ ശല്യം മൂലം ഒരു രീതിയിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് എന്നും കാട്ടുമൃഗങ്ങളെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ നിലനിർത്തുന്നതിനുള്ള നടപടികൾ എടുക്കുന്നതിൽ വനംവകുപ്പ് പരാജയപ്പെട്ടതായും ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്നും സർക്കാർ നിർദ്ദേശിച്ച വിസ്ത ക്ലിയറൻസ് പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും നിർത്തിവെച്ചിരിക്കുന്ന ഫെൻസിംഗ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് പരിഹസിക്കുകയാണ്, ജനങ്ങളെ ലഭ്യരാക്കുകയാണ്. ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും ആ നിയമങ്ങൾ ജനങ്ങളെയാണോ വന്യമൃഗങ്ങളെയാണോ സംരക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേട്ടാമ്പാറ പ്രദേശത്തുള്ള ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നത് ആനശല്യമാണ്. കഴിഞ്ഞ ദിവസം ജോഷി അച്ഛൻ വിളിച്ചപ്പോ പറയുക, കിടക്കാൻ വയ്യ അവിടെ. കാരണം ആനയുടെ അലറല്, കടുവയുടെ അലറല് ആണ് എന്ന് വനപാലകരോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇത് ആനയുടെ അലറലാണ്. ആനയുടെ അലറലും കടുവയുടെ അലറലും തിരിച്ചറിയാത്തവരാണോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ? ഇത് ജനങ്ങളെ നിങ്ങൾ വൃത്തികെട്ട അനുഭവങ്ങളിലേക്ക്, ജനങ്ങളെ നിങ്ങൾ നീചമായ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ തള്ളിവിടുകയാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം. നിങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ സംരക്ഷണം കൊടുക്കേണ്ടത് വനത്തിന്റെ ഉള്ളിലുള്ള മൃഗങ്ങൾക്ക് വേണം. പുറമേയുള്ള മൃഗങ്ങൾക്ക് വനത്തിന്റെ ഉള്ളിൽ തന്നെ മൃഗങ്ങളെ കുടിയിരുത്തണം. അവിടെ വനമേഖലയുടെ ഉള്ളിൽ തന്നെ ഈ മൃഗങ്ങളെ കുടിപ്പാർപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. പൗരസമിതി പ്രസിഡന്റ് സോവി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ധർണാ സമരത്തിൽ രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പേൽ, വാർഡ് മെമ്പർമാരായ CB പോൾ, ബേസിൽ എൽദോസ്, ഫാദർ ലിജോ പുളിക്കൽ, ജോസ് KU, മോളി ജോസ് എന്നിവർ സംസാരിച്ചു. 100 കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുത്ത ധർണാ സമരത്തിന് പൗരസമിതി സെക്രട്ടറി മൈക്കിൾ KK നന്ദിയും പറഞ്ഞു. തുടർന്ന് പൗരസമിതിയുടെ നേതൃത്വത്തിൽ DFOയ്ക്ക് നിവേദനം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ കൃഷികൾ സംരക്ഷിക്കാൻ, ഞങ്ങളുടെ സ്വത്തും ജീവനുമെല്ലാം സംരക്ഷിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുക. കാട്ടു നിയമം കാട്ടില്ലെങ്കിൽ മീനച്ചിൽ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തതിനെ തുടർന്ന് മുട്ടം ചെള്ളാവയലിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. മുട്ടത്ത് നിന്ന് നീലൂർ ഈരാറ്റുപേട്ട റോഡുകളിൽ ഗതാഗത കുരുക്കും പൊടിയുടെ ശല്യവും വാഹനയാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമേകുകയാണ്. മീനച്ചിൽ ശുദ്ധജല വിതരണ പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിക്കുന്നതിന് റോഡിൽ കുഴിയെടുത്തതോടെ മുട്ടത്ത് നിന്ന് നീലൂർ ഈരാറ്റുപേട്ട റോഡുകളിൽ ഗതാഗത കുരുക്ക് പതിവായി. 1 മീറ്റർ വ്യാസമുള്ള പൈപ്പാണ് ഇവിടെ ശുദ്ധജല പദ്ധതിക്കായി സ്ഥാപിച്ചിരിക്കുന്നത്. പൈപ്പ് സ്ഥാപിക്കുന്നതിനായി 1.5 മീറ്ററിലേറെ വീതിയിലാണ് കുഴികൾ എടുക്കുന്നത്.
റോഡിൽ കുഴിയെടുത്തത് പുനഃസ്ഥാപിക്കാൻ വൈകിയതിനെ തുടർന്ന് നാട്ടുകാർ ജോലി തടഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിൽ 15 ദിവസത്തിനകം കുത്തിപ്പൊളിച്ച റോഡ് പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇതിനും നടപടിയെടുക്കുന്നില്ല. കുഴികൾ എടുത്തത് മൂലം പരിസരത്ത് പൊടിശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പരാതി പറയുന്നു. ഒരാഴ്ചയായിട്ട് പൊടി അടിച്ച് ഇവിടെ ഇരിക്കുക. ഒരാഴ്ചയായിട്ട് പണി ഇവിടെ ബെൻഡിങ് ആക്കി അവർ ഒന്നരാടൻ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ പൊടി അടിച്ചിട്ട് ഇവിടെ ഇരിക്കുക. കടയിൽ തുറക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായി. മഴ പെയ്താൽ ചെളി, വെയിലായ പൊടി, വെള്ളം ഇടയ്ക്ക് ഒന്നരാടൻ എങ്ങാണ്ട് എപ്പോഴും വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ടും പൊടി അടങ്ങുന്നില്ല. ഇതുവഴി കടന്നു പോകുന്ന KSRTC ബസ്സുകൾ റോഡിൽ കുടുങ്ങുന്നത് പതിവായിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി ഇവിടെ KSRTC ബസ് കുടുങ്ങിയതിനെ തുടർന്ന് അരമണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. പതിവായി ഗതാഗതം തടസ്സപ്പെടുമ്പോൾ ബദൽ മാർഗം കണ്ടെത്താൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കുഴി കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ വണ്ടി കയറി, അതിനുശേഷം അവിടെ വണ്ടി താന്നു. ഇങ്ങനെ വണ്ടികൾ താന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അനേകം സ്കൂൾ കുട്ടികൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഭയങ്കര പൊടിശല്യമാണ്. പൊടി ഈ മാസ്ക് ഒക്കെ ആർക്കും ഇവിടെ നടക്കാൻ പറ്റില്ല, ഒരവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇത് കുഴി നികത്തി നല്ല രീതിയിലാക്കി തരണമെന്ന് പറഞ്ഞു. മഴ പെയ്താൽ ഭയങ്കര ചെളിയാണ്. ഈ പ്രദേശത്ത് മൊത്തം ചെളിയായ വെള്ളം, ഒഴുകി വരുന്ന വെള്ളമാണ്. ആ വെള്ളം ചെളിയായി കഴിഞ്ഞാൽ ആൾക്കാർ ചവിട്ടുന്ന താണു പോവുക, ഒരവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബോഡി ഫിറ്റ് യൂണിസെക്സ് ഫിറ്റ്നസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബോഡി ഫിറ്റ് ഫിറ്റ്നസ് സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറും ഉടമയുമായ ദിവ്യ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കളം ഒരുക്കുകയും വിവിധ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു. തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന യൂണിസെക്സ് ഫിറ്റ്നസ് സെന്ററായ ബോഡി ഫിറ്റ് ഈ വർഷത്തെ ഓണാഘോഷം പാപ്പുട്ടി ഹാളിൽ വെച്ച് വിപുലമായി ആഘോഷിച്ചു. ബോഡി ഫിറ്റ് ഫിറ്റ്നസ് സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറും ഉടമയുമായ ദിവ്യ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കളം ഒരുക്കുകയും ട്രെയിനർമാരായ സിജോ മാത്യു, നിവിൻ മണി, ജിബിൻ, ദിൽഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ വടംവലി, സ്പൂൺ ആൻഡ് ലെമൺ റേസ്, കസേരകളി, കലം തല്ലിപ്പൊട്ടിക്കൽ തുടങ്ങിയ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പിന്റെ ഭാഗമായി തൊടുപുഴ നഗരസഭയിൽ വിവിധ ശുചീകരണ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിന് നഗരസഭാ ചെയർമാൻ K. ദീപകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. വോട്ട് ചോർച്ചയ്ക്കെതിരെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ ആരംഭിച്ചു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ നിർവഹിച്ചു. നെടുങ്കണ്ടം പഞ്ചായത്തിലെ സഹ്യദർശൻ പാർക്കിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ശതാബ്ദി ആഘോഷ ലോഗോ പ്രകാശനം ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാങ്കുന്നേൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു. മീനച്ചിൽ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തതിനെ തുടർന്ന് മുട്ടം ചെള്ളാവയിൽ ഗതാഗത കുരുക്ക്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.